ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നേക്കുവാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നത് കുറേ പേർക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരാളെ ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവർ ഭയങ്കര കംഫോർട്ടബിൾ ആക്കാൻ ശ്രമിക്കും. അല്ലാതെ ഒരിക്കലും എന്താ പറയുക ഭയങ്കര പേടിപ്പിക്കുന്ന കണക്കോ അപ്രോച്ച് ചെയ്യാതിരിക്കുക. ചിലവർ അപ്രോച്ച് ചെയ്യുന്ന ഈ രീതി തന്നെ ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയായിരിക്കും. പെട്ടെന്ന് ഭയങ്കര അടുത്ത് പോയി നിൽക്കുക, ക്ലോസ് ആയിട്ടൊക്കെ ചെന്ന് നിന്ന് സംസാരിക്കുക, കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കാതെ അങ്ങനെയൊക്കെ നിൽക്കാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കുറച്ച് അവർക്ക് ഒരു സ്പേസ് കൊടുക്കും. നമ്മളെ കാണുമ്പോൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും ഓക്കെ എന്ന് ഫീൽ ചെയ്യണം. അല്ല ചെന്ന് പേടിപ്പിക്കുന്ന കണക്ക് ചെന്ന് ഫ്രണ്ട്സ് തൊട്ട് മുമ്പിൽ ചെന്ന് നിൽക്കുക. അതൊന്നും ചെയ്യരുത്. ജസ്റ്റ് നൈസായിട്ട് ചെന്നിരിക്കുക. ഒരാളെ കാണാൻ സ്മൈൽ ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളായാലും ശരി, നമ്മളിപ്പം വഴിക്കൂടെ റോഡിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരാൾ നമ്മളെ മുമ്പിൽ മസിൽ പിടിച്ച് ഒന്നും ചിരിക്കാതെ ഇങ്ങനെ നല്ല മസിലൊക്കെ കയറ്റി വെച്ചാണ് അതിങ്ങനെ വീർപ്പിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതേ നമ്മുടെ ഫ്രണ്ടായാലും ആരെയും നമ്മളെ കാണുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ സ്മൈൽ ചെയ്താൽ ഭയങ്കര നമുക്കൊരു സന്തോഷം. അത് നമ്മളെ കാര്യം മാത്രമല്ല, ആരായിരുന്നാലും ശരി ആ ഒരു പോസിറ്റീവ് എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് പോലെ ഒരു കാര്യമാണ്. നമ്മളവരെ കാണുമ്പോൾ അന്നത്തെ ദിവസം ഒരാൾ ചിരിച്ച് നമ്മളടുത്ത് ചിരിച്ചോണ്ട് ഒരാളെ കാണുമ്പോൾ അന്ന് ഫുള്ള് ഓർമ്മ നിൽക്കും. ഓക്കെ, അതെപ്പോഴും മനസ്സിലാവില്ല. മസിൽ പിടിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഒന്നും നിൽക്കായിരിക്കും. ഒരാളെ കാണാൻ സ്മൈൽ ചെയ്യും. അത് സ്മൈൽ ചെയ്യുന്നതിനിപ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. സ്മൈൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. പിന്നെ ഭയങ്കര ടെൻഷൻ അടിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ ഈ സ്മൈൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അപ്പം ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകൊച്ചിനെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ള ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ചിലവർ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ചില വീഡിയോസൊക്കെ കണ്ട് വേറെ വീഡിയോസൊക്കെ കണ്ട് ചോദ്യങ്ങളോട് ചോദ്യം ചോദിക്കും. ഫുഡ് കഴിച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യം എന്താ, എപ്പം കണ്ടാലും ഇത് ചോദിച്ചു. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചു നമ്മൾ എവിടെ നിൽക്കുന്ന ഒരു വട്ടമൊക്കെ കണ്ടേ ആ ഫുഡ് കഴിച്ചോ, ഓക്കെ കഴിച്ചെന്നൊക്കെ പറയാം. പക്ഷെ എപ്പം കണ്ടാലും ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഇതിനെ പോലുള്ള ക്വസ്റ്റ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഇരുത്തിട്ട് ഇവൻ എന്തടാ, ഇവന് എന്ത് പ്രശ്നം വല്ലതും ഉണ്ടോയെന്ന് നമ്മൾ ചിന്തിക്കത്തില്ലേ. അതേ സ്ഥാനത്ത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിറ്റുവേഷൻ അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കുക. അത് നിങ്ങൾ ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ സമയത്ത് എന്താണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് സംസാരിക്കുക. അല്ലാതെ ഇപ്പം ചിലത് കണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കണം ഇത് ചോദിക്കണം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിർത്തിയിട്ട് അപ്പം ആ ഒരു സിറ്റുവേഷൻ ആ മൊമെന്റിൽ എന്താണ് സാധാരണ ബാക്കിയുള്ളവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർ അവരെന്ത് ചോദ്യങ്ങളും നമ്മളൊരു സാധാരണ രീതിയിൽ നിൽക്കുമ്പോൾ എന്താണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്, അങ്ങനെ ചോദ്യങ്ങളായിട്ടല്ല സംസാരിക്കാൻ ശ്രമിക്കുക. ചോദ്യമായിട്ട് ചോദിക്കാൻ നിൽക്കായിരിക്കും. ചുമ്മാ എന്ത് കഴിച്ചു, എന്ത് ചെയ്തു, ഇഷ്ടമുള്ള കാര്യം എന്ത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മടുക്കത്തേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ നിങ്ങളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതിലൊന്നും ഒരു മാറ്റമില്ല. പക്ഷേ ഇതൊക്കെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുവാണെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് പറഞ്ഞാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബാണ് കാരണം നിങ്ങൾ ഓരോരുത്തർക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു മോട്ടിവേറ്റ് ആവും. താങ്ക് യു.